അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ. വേണമെങ്കിലേ എന്റെ മോനും സൂചിച്ചോ. എങ്ങനെ? ഡാഡി ചെയ്തതുപോലെ എല്ലാം വിറ്റ് തൊലച്ചിട്ടോ? എല്ലാം വിറ്റ് തൊലച്ചിട്ടില്ലല്ലോ. വീടും റിസോർട്ടും ബാക്കി വെച്ചിട്ടില്ലേ നിനക്ക് വിറ്റ് തൊലയ്ക്കാൻ? മരിക്കുന്നതിന് മുമ്പേ എന്റെ മമ്മി അതെന്റെ പേരിൽ എഴുതി വെച്ചോണ്ട് സേഫായി. ഇല്ലെങ്കിൽ നിങ്ങളതൊക്കെ വിറ്റ് വല്ല ടൂറിനും പോയെന്നെ. വേണമെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ മൂകാംബികയ്ക്കാണെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് പോകായിരുന്നു. ഞാനത് ചെയ്തോ? എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദാ ഇതെല്ലാം നിന്റെ സ്റ്റെപ്പ് മദേഴ്സ് ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? സ്റ്റെപ്പ് മദേഴ്സോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറോ? സോറി ഫോർ മൈ സൺ. സുസന്ന, ജുവാന, അലീസിയ, ബെല്ല കോസ്റ്റ. പണ്ടങ്ങാണ്ട് ഡാഡി ഉപേക്ഷിച്ചു പോയ മദാമ്മമാരുടെ പേര് ഓർമ്മയുണ്ട്. എന്റെ മോളുടെ പേര് ഓർമ്മയുണ്ടോ ഡാഡി? ഓർമ്മയുണ്ടല്ലോ, ആരൻ. ഞാനല്ലേ ആ പേരിട്ടത്. ഒരു ക്രിസ്മസ് രാവിൽ എന്നോട് വിട പറഞ്ഞു പോയ പോളണ്ടുകാരി ഗേൾഫ്രണ്ടിന്റെ പേരാത്. ഐറിൻ അന്ന അഗ്വേര. അത് ഫോട്ടോഷോപ്പാണെന്ന് മണ്ടന് മനസ്സിലായിട്ടില്ല. കോഴി തന്ത. ഒന്ന് കസോള വരെ പോണം. കസോള അതെവിടെ? ഓ, അതറിയില്ലേ? ഹിമാചലിന്റെ മടിത്തട്ടിലെ ഒരു പ്രാന്ത പ്രദേശം. ഭ്രാന്തന്മാരുടെ സ്ഥലമാണല്ലേ? ഫിലിയോ ബോംപാസോ. താങ്ക് യു. എന്താ സംഭവം? അത് നിന്റെ തന്തയ്ക്ക് വിളിച്ചാടാ. നിനക്ക് സ്പാനിഷ് ഒക്കെ അറിയോ? ആ വിളിയുടെ മീറ്റർ കേട്ടപ്പോഴേ മനസ്സിലായി. യു ആർ റൈറ്റ് ബേബി. കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ ജെട്ടിക്കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് റോക്കി, ഷഡ്ഡി ബിസിനസ്സിൽ നീ ശോഭിക്കുന്നു. അത് ശരിയാണോ? പൊന്നി ക്ലാസ് കിട്ടിയിടന്ന ഞാൻ വരെ ഇവന്റെ ചെട്ടിയാണ് പെടുന്നത്. ഇവന്റെ ചെട്ടി നീ ഉപയോഗിക്കണം. ആ റോക്കി ചെട്ടികൾ. ആ ജോക്കിക്കൊരു എതിരാളി, അതാണ് നമ്മുടെ റോക്കി. പിന്നെ അച്ഛനൊന്ന് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇടവകയിലുള്ള എല്ലാവരും എന്റെ ജെട്ടി തന്നെ ഇടും. കുർബാനൊക്കെ വിളിച്ചു പറയാൻ. ശ്രീവാച്ചോ, യെസ്, നമ്മുടെ അല്ലേ ഇടല്ലോ? ഞാൻ വിത്തോ. അച്ചോ, അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോനെ സ്തുതിച്ചിട്ടോ എന്നെ സുഖിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. എന്റെ കയ്യിലിരിപ്പ് നന്നാവണം. എന്ത് പറ്റി അച്ചോ? ഞങ്ങളിപ്പോ ഫുൾ ഡീസന്റ് ആണല്ലോ. ആ അച്ഛൻ നമ്മ ജപമാലിട്ടതിന് ശേഷം ഞങ്ങള് തല്ലക്ക് നിർത്തി നല്ല ഇടയന്മാരായിട്ട് ജീവിക്കുക. ഞാനും നല്ല ഇടയനയച്ചോ. കണ്ടോ കൊന്ത ബാറിൽ വെച്ച് മറന്നുപോയി. ബാറിലോ? കൂൾ ബാർ, കൂൾ ബാർ. അച്ചോ, ഇവന്മാരോട് ആദ്യം ആക്ടിങ് നിർത്താൻ പറ. എന്നിട്ട് കാവടിക്ക് അടി ഉണ്ടാക്കിയതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പറ ഈ തൃക്കാവടികളോട്. തൃക്കാവടി നിന്റെ തന്ത ചൊക്ലി മാത്രടാ പന്നി. വേണ്ട അച്ചോ, ഇത് പള്ളി കമ്മിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, എന്റെ അന്തസ്സിനെയും മാന്യതയും ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. ഇത് റോക്കി പറഞ്ഞത് ശരിയാ. പൂരത്തിനടി, പെരുന്നാളിനടി, കാവടിക്കടി. നിങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അടി ഉണ്ടാക്കുമ്പോഴേ നാട്ടുകാർ പറയണത് മേക്കാട്ടുകുളത്തെ ചെക്കൻ അടിയിലാക്കി, മേക്കാട്ടുകുളത്തെ ചെക്കൻ അടിയിലാക്കി എന്നാണ്. മേക്കാട്ടുകുളത്തെ ചെക്കൻ എന്ന് പറയുമ്പോ തല്ലുണ്ടാക്കിയ ഫൈറ്റർ ഞാനാന്നല്ലേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. നീ ആണെങ്കിൽ തല്ലിന്നല്ല, തല്ല് വാങ്ങിക്കൂട്ടിന്നായിരിക്കും നാട്ടുകാർ വിചാരിക്കുക. അത് കറക്റ്റാ. എടാ, ഞാൻ ഡബിൾ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ളത് കമ്മിറ്റിയിലും പള്ളിയിലുള്ള എല്ലാവർക്കും അറിയാടാ. സംഭവം കട്ടൊക്കെ ഇതൊന്നും തിരുവാരളിയാ. ധൈര്യം നീയൊക്കെ റോക്കി ബായ തൊട്ട് നോക്കണം. തൊട്ട് നോക്കണം. ബൈ, വണ്ടി പോയി നെഞ്ചൊക്കെ എടുത്തിട്ട് വന്നാലോ? ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ലേ, വേണ്ട ഇവിടെ നില്ല. അടുക്കരുത്, ഞാൻ മതി, ഇവിടെ കയ്യാങ്കളിയൊന്നും വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. അച്ചോ, ഈ ആന്റപ്പന്റെ കാര്യം അത്ര വലിയ വിഷയാക്കണ്ട. ഇവന്റെ അപ്പനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവൻ ഭേദല്ലേ? ഭേദം ഏതല്ലേന്നാ ഈ ആന്റപ്പേട്ടന്റെ അപ്പൻ ലോനപ്പേട്ടനില്ലേ? നാളെ റോക്കി ബായുടെ മാനേജർ മാഗിയോട് ചോദിക്കാം, മാജിക് മഷ്റൂം അടിക്കാൻ കൊടൈക്കനാൽ പോകുന്നുണ്ട്, കൂടെ വരുന്നുണ്ടോന്ന്. എന്നിട്ട് മാഗി സമ്മതിച്ചില്ല. അപ്പം മ്ലേച്ഛ ബൈബിളിൽ ഇവന്റെ തന്ത പറയാണ് വട്ടവടയിൽ പോയി സ്റ്റാമ്പ് ഇടാൻ പൊളി മൂടാണെന്ന്. ആന്റെ പേട്ടനെ അപ്പനെ പറ്റി നനഞ്ഞോൻ പറഞ്ഞുണ്ടാക്കണം മസാല കഥ കേൾപ്പിക്കാനാണ് അച്ഛൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തന്ന എന്റെ ഡാഡിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അച്ഛൻ എന്നോട് വേറെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ. എന്റെ പൊന്ന ആന്റപ്പ, കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നീ അടിയുണ്ടാക്കിയപ്പോ പറഞ്ഞ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഗുണ്ടായുസവും തല്ലുണ്ടാക്കലൊക്കെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ദേവാലയം പോലൊരു സ്ഥലത്ത്. ദേവാലയം കയ്യേറിയ കച്ചവടക്കാരെയും പലിശക്കാരെയും കർത്താവ് ചാട്ടവര കൊണ്ട് തലയോടിയല്ലോ, തല്ലിയല്ലേ അച്ചോ പുറത്താക്കിയത്. അതെ, കർത്താവ് ഇതേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. കർത്താവ് ഇത് തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇതും തെറ്റാണ്. പറ, കർത്താവ് തെറ്റാണോ?
കർത്താവ് ചെയ്ത് തെറ്റാണോ? കർത്താവ് ചെയ്തത് തെറ്റാണോ? കണ്ട കണ്ട ആന്റപ്പേട്ടന്റെ സിന്റപ്പന്റെ ബൈബിളിലുള്ള അപാരമായ പാണ്ഡിത്യം കേട്ട് അച്ഛന് വരെ ഉത്തരം മുട്ടി പോയി. കണ്ട കണ്ട പിണങ്ങി പോലെ. ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് ബൈബിള്. ഇതിലെ ബൈബിൾ വചനത്തിന്റെ ഏതെങ്കിലും 4 വരി നിങ്ങൾ ആരെങ്കിലും തെറ്റാതെ പറഞ്ഞാൽ ഈ അടിപ്രശ്നം ഞാൻ ഇവിടെ തീർത്തു തരാം. അച്ചു പറ. ഇവനത് പറയോ? ഇവന്മാരിത് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ ഇടവകയെന്ന് മാത്രമല്ല പള്ളിയിൽ നിന്നും കൂടെ അച്ഛൻ പുറത്താക്കണം. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ സ്നേഹത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഈ വചനം ഏതധ്യായം എത്രാം വാക്യം? അച്ഛൻ പറ. വിത്തോട്ടെ പറ. കണ്ട അച്ഛൻ ഉത്തരം മുട്ടി. സാധാരണക്കാരുടെ ബൈബിൾ പരിജ്ഞാനത്തെ പുച്ഛിക്കരുതച്ചോ. അതെ, ഇനിയിപ്പോ തർക്കമില്ല, ബഹളമില്ല, അടിപ്രശ്നം എല്ലാം കഴിഞ്ഞു, എല്ലാം കോംപ്രമൈസ് ആയി. എല്ലാരും പൊയ്ക്കേ, എനിക്കൊരു കുർബാന കൊള്ള പാടുണ്ട്. പൊയ്ക്കോ. വരട്ടെ അച്ചോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ നോക്കുന്നേ? പിടിച്ചില്ലേ? എടാ എന്നാലും അച്ഛനെ വരെ ഉത്തരം മുട്ടിച്ച ആ വചനം ഏത് അദ്ദേഹത്തിലടാ? എനിക്കറിയാം. സോങ് ഓഫ് സോളമൻ അല്ലേ? അത് സോങ് ഓഫ് സോളമൻ അല്ല, സോങ് ഓഫ് മാർക്കോസ്. മാർക്കോസിന്റെ ഭക്തിഗാന ആൽബത്തിലേടാ, കേട്ടിട്ടില്ലേ? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു. ദൈവം ഇപ്പൊ ആ ബൈബിൾ അരിച്ച് പൊറുക്കുന്നുണ്ടോ? പറക്കട്ടെ. എടാ ചക്കരെ, വണ്ടി എടുക്കടാ. ഒരു കിണ്ണ സാധനല്ലേ? എന്താ ഒരു കിടപ്പ്? അത് വണ്ടിയിലടാ. വണ്ടി നല്ല കളറല്ലേ? ഒരു വണ്ടിപ്രാന്തൻ, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചവൻ. വണ്ടി എടുക്കടാ. സിഗ്മ മൈലേ. നമ്മൾ കറക്റ്റ് സമയത്ത് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇവൻ ആ വണ്ടിയെ പേടിപ്പിച്ചേരാ. ഭ്രാന്തൻ. എന്തൊരു അന്റെ പേട്ട മുള്ള നിർത്തിയാണോ? എന്നാ പിന്നെ എല്ലാവർക്കും വിളിക്കണം. എന്റെ ഡാഡിക്ക് അടിച്ച് ട്രിപ്പായി നടക്കാൻ പാടില്ല. ഇവന് ഷഡ്ഡി ഇട്ട് നടു റോട്ടിൽ നിൽക്കാം. കല്ല് കൊല്ല്. ഓ, അതിലും തോൽവിയാണല്ലോ. ഇങ്ങോട്ട് മാറും. അവന്റെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കടാ. ശക്തി ഇല്ലാതെ ഇവിടെ നിന്നാ മതി. വലിച്ച് കീറ്. മറച്ചിട്ടല്ലോ. അലവലാതി. ഈ ജഗതി ചിക്കൻ കഴിക്കണേ കൊതിയായിട്ട് വയ്യ. അമ്മച്ചോട് ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാൻ പറ്റതാ. പിന്നെ അമ്മച്ചി അച്ചാർ തരാന്ന് പറഞ്ഞ ഭാഗ്യം. ബോസിനടിക്കാനല്ലേ വരവാ. കുപ്പി മാറ്റിക്കോ, ഇല്ല മൊത്തം ഒറ്റയ്ക്കായിരുന്നു കമത്തും. വെള്ളം കണ്ടാലും കുഴപ്പമില്ല, അവിടെ വെച്ചിട്ട് പോടാ. മാറ്റ്. വെറുതെ ഇങ്ങനെ ഇരുന്ന് തണ്ണിമത്തം കഴിക്കാൻ എന്ത് രസമല്ല എന്റെ പെട്ട. അതെ അതെ. എടാ അടിയാണല്ലേ? ഹേയ് അല്ല. ഒഴിക്കണ ഒരു നാളിലെ കിണത്തില്. അയ്യോ ഞങ്ങൾ അടിക്കണല്ല, ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേടാ. അതെ അതെ. ഇന്ന് ഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഡ്രൈ ഡേ ആണല്ലോ. ഞങ്ങൾ രാവിലെ മുതൽ ഡ്രൈ അല്ലേടാ? അതെ അതെ. സിപിഒ സുമേഷ്, അതിങ്ങട്. കിഷൻജി കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ അതെ. ഇപ്പൊ കഴിയാട്ടാ. സാരോട്ട് കുടിച്ചു മരിക്കാം. കോട്ടറാണല്ലേ? ഇവിടെ തന്നെ ഞാൻ ഊതാം. നീ ഓടി, നീ അടിക്കുമെന്ന് എനിക്കറിയാം. കേട്ടാ, എനിക്ക് ഇവനെ മതി. വേണ്ട സാറ് പെറ്റി അടിക്കും. കുപ്പി ഗുണാക്കിയതിൽ വെച്ചാൽ വരുന്നല്ലേ? ആലോചിച്ച് കുപ്പി തുറന്നു വെച്ചല്ലോ. ഈ കുട്ടി എനിക്ക് വേണം. ഇതിനെ ഞാൻ വളർത്തും. വാവോ, ഒറ്റക്ക് വളർത്തും. തരൂലടാ.
നീയൊക്കെ രാവിലെ മുതൽ ട്രൈ അല്ലേ? അപ്പൊ ഞാനും ട്രൈ അടിച്ചു. അല്ല ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം ഒരു കുറച്ച് അയ്യോ, കുറച്ച് എന്തായാലും പിടിച്ച് അനുപട എനിക്കാദ്യം ഒന്ന് വിളിച്ചേ അനുപട 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 എന്നാ അച്ചാറ് എന്നാ കപ്പലണ്ടി എന്തിനാ പോത്തില്ല അമ്മച്ചി? പോത്തല്ലേ പുറകെ നിക്കണ വായിരിക്കുന്നേക്കല്ലേ ആന്റപ്പ ഈ പോത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ ഞാൻ എത്ര നാളായി പറയണ. തള്ള തുടങ്ങി. എന്തിനാ അമ്മച്ചി വെറുതെ അവന്റെ ജീവിതം കോഞ്ഞാട്ടിയാക്കുന്നത്? അതാണ് വീട്ടിലൊരുത്തിനെ സഹിക്കുന്ന പാട് എനിക്കേ അറിയൂ. നിങ്ങളെ സമ്മതിക്കണം എന്റെ പെട്ട ആ സാധനത്തിനെ സഹിക്കുന്നതിന്. എന്ത് ചെയ്യാനടാ ചക്കരെ? സ്കൂൾ ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധം. സ്കൂൾ ജീവിതത്തെ പറ്റി അബദ്ധമൊന്നല്ല ആന്റപ്പേട്ടൻ പറയണത്. ചേച്ചിയുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് ചേട്ടൻ എന്നാണ് മേരി ചേച്ചി പറഞ്ഞു നടക്കണത്. കൊല്ലാന്റെ പേട്ട ഞാൻ നിൽക്കാൻ കൂടെ അതെ, ആന്റപ്പേട്ടന്റെ ജീവിതം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാ മതി. ചേട്ടൻ ഇതൊന്നും നോക്കണ്ട, വല്ല പെണ്ണും കെട്ടി സെറ്റ് ആവാൻ നോക്ക്. ഇല്ലെങ്കിലേ ദിവന്മാര് ചേട്ടന് മുന്നേ പെണ്ണും കെട്ടി സെറ്റ് ആവും. ആണാടാ പെണ്ണേട്ടാ ഞാനൊന്നും പെണ്ണുകിട്ടില്ല. ഞാനേ ഒരു സിഗ്മാമേല. എന്റെ മകൻ ഇതൊന്നും കൊണ്ട് സങ്കടപ്പെടണ്ട. ഇതിനൊക്കെ ചികിത്സയൊക്കെ ഉണ്ട് കേട്ടാ. ഒരു ഡോക്ടറിനെ കണ്ടാ മതി മോൻ. അമ്മജി സിഗ്മാമേൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ്. ഞാൻ വിചാരിച്ചു ഇവൻ മാത്രമേ പോത്തുള്ളന്ന്. ഇപ്പൊ എല്ലാ പോത്തുകളാണല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. നീയും പോത്തനാണ്. പോത്തൻ. ആന്റപ്പാ, നിന്നെ പോലൊരു മുതുക കപ്പന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ആളിറക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇടിച്ചോടിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഗുണ്ടകളാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിച്ചു കിടക്കുക. ഇവിടെ 10 പൈസയുടെ ഗുണമുണ്ടോ ഇതിനൊക്കെ? ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഗുണ്ട ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തോണ്ടാ ഈ നാട്ടുകാർ തെണ്ടികൾക്ക് പേടിയും ബഹുമാനമൊക്കെ ഉള്ളത്. ഇപ്പൊ അതൊക്കെ പോയി തുടങ്ങിട്ടാ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ഇടിയൊക്കെ വെറുട്ടായിപ്പാന്ന്. ഇപ്പൊ പണ്ടത്തെ പേടിയും ബഹുമാനൊന്നും ഇല്ലാട്ടാ. ഈ പേടിയും ബഹുമാനം തിരിച്ചു പിടിക്കാൻ എന്തൊരു വഴി? അതിന് വഴിയൊക്കെ ഉണ്ട്. അതിന് റിയൽ ഇടി ഇടിക്കണം, കൊട്ടേഷൻ പിടിക്കണം, കളത്തിലിറങ്ങി പൂളണം. റിയൽ ഇടി കണ്ടിട്ടുണ്ടേ? കുറച്ച് നാളായി കണ്ടിട്ട്. ആ അതാണ്. ഇനിയിപ്പൊ അതേ വഴിയുള്ളെങ്കിൽ ഞങ്ങൾ കളത്തിലിറങ്ങും, പൂളും. ഇപ്പൊ കളത്തിലാരാ രാജാവ്? ആരാണെന്നോ? ആരാ മോനെ, അതൊരു 1.5 മുതലാ മോനെ. അതേത് മുതല്? വെട്ടുകാട് ബെൽസൻ വരുത്തനാ. ഇപ്പൊ വരുത്തണ്ട, ഞങ്ങള് പറയും അപ്പൊ വരുത്തിയാ മതി. അതല്ലേ എന്റെ പേട്ട നല്ലത്. പറയണേക്കണ. സദ്യക്ക് പപ്പടം വിളമാത്തതിന് ഒരുത്തനെ വെട്ടി ജയിലിൽ പോയിരുന്ന തുടക്കം. ഇന്ന് കേരളം ഭരിക്കണത് ബെൽസനാ. പുള്ളി മുഖ്യമന്ത്രി. പേര് കേട്ട ഗുണ്ടകളായിരുന്ന കാളിക്കാവ് സുനി, ആൽത്തറ അമ്പാടി, ഇവരൊക്കെ ഇപ്പൊ ബെൽസന്റെ ശിങ്കടികളാ. വെട്ടാനും ചാവാനും തയ്യാറായ 500-ലധികം പോരാളികളുടെ തേരാളി. അതാണ് ബെൽസൻ. വെട്ടുകാട് ബെൽസൻ. നാട്ടുകാരുടെ മുന്നിൽ പോയ വില തിരിച്ചു പിടിക്കാൻ ഈ വെട്ടുകാട് ബെൽസിനെ വെട്ടുന്നെങ്കിൽ ഈ ആന്റപ്പൻ വെട്ടിയിരിക്കും. തൊട്ടുപോലും നോക്കൂല. അതെ, വെട്ടാൻ വേറെ വാളൊന്നും അന്വേഷിക്കണ്ട. അതേ ആലോചിച്ചിരുന്ന് വെക്കറുണ്ട്. ഈ വാളൊരു ശുഭസൂചനയാ. വെട്ടുകാട് ബെൽസിനെ നമ്മള് വെട്ടുമെന്നുള്ളതിന്റെ ശുഭസൂചന. വെട്ടാങ്ങടി ചെന്നാ മതി. നിങ്ങളെ വേറെ വല്ല ചെറിയ നമ്പറും കാണിച്ച് പോയ വില തിരിച്ചു പിടിക്കാൻ നോക്ക്. മാറേ. അയ്യോ, അടിച്ചോണ്ടിരുന്നപ്പോ വന്ന കാര്യം പറയാൻ മറന്നുപോയി. നാളെ എനിക്ക് നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. അത് വന്നപ്പോഴേ മനസ്സിലായി. കല്യാണാണോ, ഉദ്ഘാടനാണോ, അതോ അവാർഡായിട്ടോ? ഉദ്ഘാടനം. പക്ഷെ നാളെ അവിടെ വൻ ജനസാഗരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനും മാത്രം ആളുകൾ തടിച്ചുകൂടാൻ ഏതാണ് അപരാധം? അവതാരം പറ. ഹണി റോസ്. ഹണി റോസ് നാളെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. എടാ നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഹണി വരാൻ സമയമായി. എന്തുവാടാ ഇത്? എന്ത് ഇതെന്താണ് ഈ ഗ്ലാസ് വെച്ചേക്കണെന്താണ്? അയ്യേ, എടാ സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനമല്ലേ? ഹണി റോസ് എങ്ങാനും കാല് വെച്ച് വെള്ളത്തിൽ വീണ രക്ഷിക്കണ്ടേ? ഇടമണ്ട, അതിന് നിനക്ക് നീന്തലറിയില്ലല്ലോ. ഞാൻ മുങ്ങിച്ചത്തിട്ടായാലും ശരി, എന്റെ ഹണി റോസിനെ ഞാൻ രക്ഷിക്കും. പോയി ചാവ്. അതിന്റെ പേട്ട വേഗം ഇറങ്ങാൻ നോക്ക്. എന്റെ പേട്ട സമയായി. റെഡിയല്ലേ? റെഡി. എന്റെ പേട്ട ചാവയുടെ എന്റെ ഇല്ല, നിന്റെ ഇല്ലേ? എന്റെ ഇല്ല. തപ്പി സമയം കളയണ്ട. എന്റെ ചാവി. വാ
നീ ഇതെങ്ങോട്ടാ? ഞങ്ങൾ ഹണി റോസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവാ. ഞാനും ഹണി റോസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാ പോകുന്നത്. എന്തേ? അതെ, ഹണി റോസ് വരുന്നിടത്ത് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. ഈടെയായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ഇളക്കം കൂടുതൽ. അതൊന്നും ശരിയാവില്ല. നീ വരാൻ നിൽക്കണ്ട. ഹണി റോസ് മാത്രമല്ല, പോകുന്ന വഴിക്ക് എനിക്ക് ആന്റി ടീച്ചർ ഒന്ന് കാണാനുണ്ട്. അല്ലടാ? അതെ അതെ, ഞങ്ങക്ക് ആന്റി ടീച്ചറെ കാണാനുണ്ട്. ഹണിയെയും എനിക്കും ആനി ടീച്ചറിനെ ഒന്ന് കാണണം. ആനി ടീച്ചറിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. വാ, സമയം കളയാൻ നിൽക്കണ്ട. എനിക്ക് ഹണിയായിട്ട് സെൽഫി എടുക്കാനുള്ള. വിശ്വാസി. ഇതിനെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ട് കൊന്നുകളയാന്നേ. നമുക്ക് വേണ്ടി ചക്കര ജയിലിൽ പോകും. ഡോക്ടറെ, ആന്റപ്പനും ടീമും. ടീച്ചർ എന്താ വിളിച്ച? അതെ മോനെ, ആ, നമ്മുടെ ഡോക്ടർ വിനീത് ഇവിടെ ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു പൊതുജനങ്ങൾക്കായിട്ട്. ദേ, നീ ഇത് പരമാവധി ആൾക്കാരിൽ എത്തിക്കണേ ഈ വാർത്ത. പിന്നെന്താ, നല്ലതല്ലേ? ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെട്ടു പോട്ടെന്ന്. കംപ്ലീറ്റ്ലി ഫ്രീ ആണേ. രോഗികളില്ലാത്തൊരു ലോകം, അതാണ് എന്റെ സ്വപ്നം. മാക്സിമം ആൾക്കാർക്ക് കൊടുക്കും. ഓ ചക്കര, രോഗികളില്ലെങ്കിലേ പിന്നെന്തിനാ ഡോക്ടർമാര്? രോഗികളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർമാര്? വെരി ഫണ്ണി. അല്ല, നിങ്ങളെല്ലാവരും കൂടെ രാവിലെ ഇത് എങ്ങോട്ടാ? ഒരു ഉദ്ഘാടനം ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിയതാ. ഓ, ഉദ്ഘാടനം ചെയ്യുന്ന ആരെന്നറിയോ? ഇല്ല. ഹണി റോസ. അമ്പോ ഹണി റോസോ? സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം, അതാണ് ഈ രോഗം. മനസ്സിലായോ? എനിക്കറിഞ്ഞൂടാ. എന്ത് കണ്ടിട്ട് ഈ ആൾക്കാർ മുഴുവൻ നടീനടന്മാരുടെ പുറകെ വായും പൊളിച്ച് നടക്കുന്നത്? വേറെ മാനസിക വിഭ്രാന്തി. അയ്യോ, ഇത് മോഹൻലാൽ. മോഹൻലാലോ? എവിടെ? എവിടെ? അവിടെ. എവിടെ? എവിടെ? എവിടെ എന്റെ കംപ്ലീറ്റ് ആക്ടർ? എന്താ മോനെ? പറ്റി. ഇതാണ് മോഹൻലാലും ചേച്ചി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ? സിനിമയിലോ? ആ. ഞാനോ? ആ. നോ 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 നോ, സാധ്യത. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ദേ അവിടെ വെച്ച്. അയ്യോ, എന്റെ പാല, എന്റെ പാല.